എന്റെ മുട്ടുകാർക്കുണ്ടോ? മുട്ടതേ മുട്ട് വീറും പിടിച്ച് ഞാൻ അവിടെ വന്ന എന്റെ ചേട്ടന്റെ മുട്ട കാണിക്കാനല്ല, മുട്ട കണ്ടോ? എന്റെ ഇവിടുത്തെ മുത്തിനെ കണ്ടോന്ന്. മുത്ത് ഇവിടെയോ? ഇവിടെ ചേട്ടന്റെ മുത്തുണ്ടാവാൻ ചാൻസ് കുറവാ. മുത്തേ മുത്തേ രഘുവേട്ടാ, എന്റെ മുത്ത ഇത് ഇവിടെ പോയി കിടക്കാർ. പരീക്ഷയല്ലേ രഘുവേട്ടാ, 100 മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ അച്ഛൻ പിണങ്ങും. അത് കാരണമേ ഞാൻ വീട്ടിലിരിക്കുവായിരുന്നു. ഭയങ്കര കള്ളി, അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കുമായിരിക്കും അല്ലേ? പഠിക്കുവല്ലായിരുന്നു, ആ ഒരു ടെൻഷനിൽ കിടന്നുറങ്ങുമായിരുന്നു. അല്ല ഈ മുത്തും മോനും കൂടി ഇവിടെ നിന്ന് എന്നെ പരിപാടി മനസ്സിലാവുന്നില്ല. അല്ല ഞങ്ങളെ ചെറിയൊരു ഫിഗറുമായിട്ട് വന്ന ഞാൻ അമരത്തിലെ അശോകൻ. മനസ്സിലായോ? ഞാൻ പോയിട്ട് വന്നാലോ? ഞാനത് ആലോചിച്ച് ആദ്യം ഒരു കയ്യടി കൊണ്ട് കിട്ടുന്നു. ഒന്നൊന്ന് ഒരു അതിന്റെ ടൈറ്റിൽ ഞാൻ വേണേ പോയി സെറ്റ് ചെയ്തിട്ട് വരാം. ഫിഗർ ഓക്കെ ആണെങ്കിൽ എഴുതി കാണിക്കണ്ട. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പിടിക്കാവേ. അപ്പൊ ഒന്നുകൂടെ കെട്ടി പിടിച്ചോട്ടോ. മുത്ത് മുത്തേ രഘുവേട്ടാ, മുത്തോട്ട് നോക്കി മുഞ്ച് കാണുന്നുണ്ടോ? മുഞ്ച്. ആഹാ, മുഖത്തോട്ട് നോക്കിട്ട് നെഞ്ച് കാണുന്നുണ്ടോന്നാ? ഈ പൊട്ടി നെഞ്ചല്ല, മുഞ്ച്. സൗന്ദര്യം, എന്റെ മുഖത്ത് സൗന്ദര്യം കാണുന്നുണ്ടോന്ന്. അമ്പടാ, ഇതെന്താണ് ഈ മുഖത്ത് തേച്ചേക്കുന്നത്? ഇതെന്ത് പറ്റി? ഞാൻ രാവിലെ ബ്യൂട്ടി പാർലർ ചെന്നപ്പം അവിടുത്തെ ചേച്ചി പറയാണ് പപ്പായ ഫേഷ്യലുണ്ട്, ഇപ്പൊ ചെയ്ത് നടക്കുമെന്ന്. ആഹാ, എന്നിട്ട് ഞാൻ നേരെ വള്ളത്തിൽ പോയ പപ്പായം പിടിച്ചോണ്ട് ഫേഷ്യൽ സെന്ററിൽ ചെന്നപ്പോ അവരെന്നെ നോക്കി കളിയൊക്കെ ചിരിച്ചിരി. എങ്ങനെ കളിയാക്കി ചിരിക്കാതിരിക്കും? നിങ്ങളുടെ പപ്പാനെ വിളിച്ചോണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. പപ്പായ ഫേഷ്യൽ എന്നല്ലേ പറഞ്ഞത്? പപ്പായ പറ്റിച്ചതാണ് ചേച്ചിയല്ലേ? ആ, അതെന്താ ഈഗോ അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു അവസരം വരുമ്പോഴേ എന്നെ ഒന്ന് വിളിക്കണം. ഈ തുറയിൽ ആകെ വിദ്യാഭ്യാസം ഉള്ളത് ആർക്കാ? എനിക്കല്ലേ. അയ്യോ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഒന്നും പറയില്ല കേട്ടാ. ഈ കടപ്പുറത്ത് അവള് ചെറിയപ്പോലെ കടലമ്മക്കളി എഴുതി വെക്കാനുള്ള കടൽമ കരുനാപ്പള്ളി എഴുതി വെച്ച ടീമാണ്. അവളാണ് പറയുന്നത് വിദ്യാഭ്യാസം. ഒന്ന് പോടി ഇവിടുന്ന്. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയ വർത്താനം ഒന്നും പറയണ്ട. ഇങ്ങോട്ട് നോക്കിക്കേ. എന്താണ്? നമ്മുടെ ഇവിടുത്തെ SIയുടെ അമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട്, ആ ഫോട്ടോയുടെ താഴെ നിങ്ങൾ എന്താ എഴുതി വെച്ചത്? പ്രണാമത്തിന് പകരം എന്താ എഴുതി വെച്ചത്? പ്രണയോന്ന് എഴുതി വെച്ചില്ലേ? രണ്ട് പൂവിട്ടില്ലേ? ചെറുതായിട്ടൊന്ന് അക്ഷരം തെറ്റിയപ്പം പ്രണയം പോയതാ. അതിനെന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നാ കളിയാക്കിക്കൊണ്ട് ഇവിടെ നിന്നോ. പെട്ടെന്ന് പോയിട്ട് ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കോ. അതെന്തിനാണ് മുത്ത്? എന്നിട്ട് എന്നെ കയറി ഫോളോ ചെയ്യും. നിന്നെ ഒന്ന് ഫോളോ ചെയ്തല്ലേ നിന്റെ അപ്പൻ അറിയാൻ എന്നെ ചന്തിക്കിടിച്ച് കടപ്പുറത്തും ചാടിച്ചത്? അതറിഞ്ഞില്ലേ? അപ്പനെ എന്നെ കിട്ടുന്ന ആളുകളുടെ ക്രൈറ്റീരിയ ഒക്കെ മാറ്റി. എന്ത് ക്രൈറ്റീരിയ? ഇപ്പൊ എന്താന്നറിയോ? എന്ത്? പണ്ടെന്താ പറഞ്ഞത്? പുറംകടലിൽ പോയി കൊമ്പനെ പിടിക്കണ ആളെ എന്നെ കെട്ടിച്ചു കൊടുക്കത്തോളന്നല്ലേ? ഇപ്പൊ അങ്ങനല്ല. ഇൻസ്റ്റയില് 1 മില്യൺ ഫോളോവേഴ്സ് വേണം. 2K ലൈക്ക് വേണം. മിനിമം ഒരു 50 വീഡിയോ എങ്കിലും ഇടുന്ന ഒരാള് വേണം. അങ്ങനെ ഒരു ഈ തൊറ ജനിച്ചിട്ടുണ്ടാടി. കൊരേനല്ല, അരേൻ. ഈ തൊറ ജനിച്ചിട്ടുണ്ടാ. ഇനി ജനിക്കുവാടി ഉണ്ടെങ്കിലോ? 1 2 3 4 തിരകള് വന്നേ വന്നേ ഷാഞ്ചാടും തീരമോ സ്റ്റൈലല്ലേ. 1 2 3 4 തിരകള് വന്നേ വന്നേ. ഈ വെള്ളമില്ലാത്തടത്ത് പങ്കായം തോന്നിയോണ്ട് വരാൻ താനാരാണ്? മനസ്സിലായില്ല. ചേട്ടനാരാണ് ചേട്ടാ? ഈ തുറയിലെ ആദ്യമായി ഒരേ ഒരു ബ്ലൂടിക്ക് കിട്ടിയ ആൾ. ജനിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ആരുമായിട്ട് ഇതുവരെ കൊളാബ് ചെയ്തിട്ടില്ല. കന്യകനായ അരയൻ, പളനി അഥവാ കടൽമച്ചാൻ. ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എവിടെയാണ് വീട്? എൻ്റെ വീട് ഇവിടെയെങ്ങും അല്ല, അങ്ങ് തിരുവനന്തപുരത്താ. തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്ത് കോവളത്ത് എന്ന് അന്വേഷിച്ചാൽ പളനി ആരാണെന്ന് ചോദിച്ചാൽ ഏത് അണലിയും കാണിച്ചു തരും. എന്താണ് ചേട്ടന്റെ ജോലി? എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, വിയന്ന, സ്വിറ്റ്സർലൻഡ് ഇമാതിരി സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് നിലത്ത് കിടന്ന് ഉണങ്ങാൻ കിടക്കും. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഞാൻ ഈ പങ്കായത്തിന് ഇങ്ങനെ കുത്തി മറിച്ചിടും, അയില മറിച്ചിടുന്ന പോലെ. അതൊക്കെയാണ് എൻ്റെ ജോലി. ഇതൊക്കെ ഒരു ജോലിയാണോ ചേട്ടാ? അയ്യോ, എൻജോയ്മെന്റ് വിത്ത് ജോബ്. അത്രയും നല്ലൊരു ജോലി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. കാശ് കിട്ടിയില്ലല്ലോ. എന്താ കണ്ണിന് ആനന്ദം എന്നറിയാമോ? അല്ല പഴന്തിരി, ഞാനും ചോദിച്ചോട്ടെ. പഴന്തരിയോ? പഴന്തിരിയല്ല, എനിക്കവിടെ ഒരു ജോലി കിട്ടാൻ സാധ്യതല്ലോ. ഞാൻ ആലോചിക്കട്ടെ. ഈ പളനി എന്നുള്ള പേര് കിട്ടിയ എന്തുകൊണ്ടാ?
അത് എൻ്റെ അച്ഛന് ഒരു സ്വഭാവമുണ്ട്. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഓരോ കൊച്ചുകളുണ്ട്. പളനിയിൽ വന്നപ്പോൾ ഉണ്ടായ മോനാണ് ഞാൻ. അതുകൊണ്ടാണ് എന്നെ പളനി എന്ന പേരിട്ടത്. കോട്ടയത്ത് എൻ്റെ ചേട്ടൻ താമസിക്കുന്നുണ്ട്. കോട്ടയം നസീർ എന്നാ പേര്. തകഴിയിൽ എൻ്റെ വേറൊരു ചേട്ടൻ താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ പേര് അജയൻ തകഴി എന്നാ. പുള്ളി എസ്ജാനിക ടൂണിലൊക്കെ പാട്ട് പാടും. ഇപ്പൊ പഴനിച്ചേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നത്? അതായത് നിന്റെ തന്തയുണ്ടല്ലോ അടച്ചുറപ്പ്. അതാര്? അല്ല അവന്റെ ഈ മറ്റേ അച്ചൂട്ടി. ആ അച്ചൂട്ടി. പുള്ളി നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു എന്ന് ഒരു പാട്ട് പാടിയില്ലേ പുള്ളി? ആ. അത് എന്നെ ഉദ്ദേശിച്ച് പാടിയതാ. ആ കിഴക്കെന്ന് ഉദ്ദേശിച്ച് ഉദിച്ചു വന്ന് നിൽക്കുന്ന ആളാ ഈ നിൽക്കുന്ന ആള്. എടാ, സമ്മതിക്കത്തില്ല. മുത്ത് എനിക്കുള്ളതാണ്. സമ്മതിക്കത്തില്ല. വിട്ടുകിടത്തില്ല ഞാൻ. എടാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളും. ഈ നിൽക്കുന്ന മുക്കനെയാണല്ലോ ഞാൻ കിട്ടും. എന്നിട്ട് ഈ കടപ്പുറത്തോടെ തുണിയില്ലാതെ ഇങ്ങനെ ഓടി നടക്കും. വിട്ടുകൊടുന്ന്. അവൻ കടപ്പുറത്തോടെ തുണിയില്ലാതെ ഓടി നടക്കുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ നെഞ്ചത്തെ ഔട്ടാ നീ ഇവിടെ കെട്ടില്ലടാ. കെട്ടില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ മലന്ന് കിടക്കുക. ആദ്യം തന്നെ നിന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നിന്റെ പണി അങ്ങ് തീർത്തിട്ട് ബാക്കി പണിയോടെ പഴനിച്ചേട്ടാ ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ. ചേട്ടനൊന്ന് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താ? ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം എന്ന് പറഞ്ഞതേ ദേ ആ കാണുന്ന കടല് പോലെ. അതിങ്ങനെ നിലക്കാതെ അടിക്കുന്ന കണ്ട തിരമാല അതുപോലെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഒരു കാര്യം, ഇന്നലെ വരെ അടിച്ച തിരമാല ഞാനങ്ങ് മറക്കും. നാളെ കാലത്ത് പോലും ആ തിരമാല അടിക്കാനാ ഭാവമെങ്കിൽ കടപ്പുറത്ത് പോയി ഞെളിഞ്ഞു നിന്ന് എല്ലാ തിരനെ ഞാൻ അടിച്ചോടിക്കും. എൻ്റെ അമ്മച്ചിയാണ് സത്യം. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കാണല്ലോ. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കാം. എടാ പുത്തിരെ ഈ രഘുവിനെ തട്ടിക്കൊണ്ടുപോകും. അവിടെ ഞാൻ സ്വന്തമാക്കും. നിനക്കിട്ട് ഞാൻ തരണ വേണാടാ. അടി വേണാടാ. അടിക്കട. എന്നാ എനിക്ക് ഇഴക്കിരിക്കട്ടാ രഘുവിന്റെ വക ആദ്യത്തെ അടി. അടിക്കുമ്പോ മാറിക്കളയുന്നോടാ. ഇത് നീ തീരുവടാ. ചെഞ്ചലാട്ടി എന്തെന്ന് ഒന്ന് നിർത്താമോ? നിങ്ങൾ ഇവിടെ തിരുവാതിര കളിക്കാൻ വന്നാണോ അതോ എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വന്നോ? ഞാൻ തിരുവാതിര കളി ഒന്നല്ല എന്റെ കാര്യത്തിൽ വിടത്തില്ല വിടത്തില്ല വിടത്തില്ല. മാറിക്കടാ. രണ്ടുപേരും അങ്ങോട്ട് മാറിയതേ. രണ്ടുപേരോടും കൂടെ ഞാനൊരു കാര്യം പറയാം. അതെ, എന്റെ അച്ഛൻ എന്നെ വളർത്തിരിക്കുന്നത് നല്ല അച്ചടക്കത്തോടു കൂടിയാണ്. എന്റെ അച്ഛൻ പറയുന്ന അപ്പുറത്തേക്ക് ഞാൻ നിൽക്കുകയില്ല. എന്റെ അച്ഛൻ എന്താണെന്നറിയോ എന്നോട് പറഞ്ഞിരിക്കുന്നത്? 1000 സബ്സ്ക്രൈബർ ഉള്ള ഒരാൾക്ക് എന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചു. അതിനൊക്കെ ഒരുപാട് മേള ഞാൻ വരൂ. നമുക്ക് ഊട്ടിയിലോ കൊടൈക്കനാലോ പോയി അടിച്ചു വിളിച്ചിട്ട് 999 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്നവരെ ഞാന്. അടുത്ത എന്റെ സബ്സ്ക്രൈബർ ആരാന്ന് മനസ്സിലായ? ഈ നിൽക്കുന്ന ഇവനെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിക്കും. ഫോൺ എടുക്കടാ. ഫോൺ എടുക്കടാ. എടാ എന്നെ കൊന്ന് നീ കടലിൽ താത്തി കൊമ്പനെ കൊണ്ട് തീറ്റിച്ചാലും 4444 2 നക്ഷത്രം അത് ഞാൻ പറയില്ലടാ. 4444 2 നക്ഷത്രം എടാ പൊട്ടം കുഴപ്പി. ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്തടാ. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആടാ. അല്ല അത് ഹലോ അച്ഛാ. രഘുവേട്ടനെ നിർത്തുന്നു. രഘുവേട്ടനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി എനിക്ക് രഘുവേട്ടനെ കെട്ടിച്ചു തരുമോ അച്ഛാ? അച്ഛാ എന്തുപറ്റി? എനിക്ക് കെട്ടിച്ചേരുള്ളൂ എന്നാ പറഞ്ഞ ഇല്ലേ? എന്തുപറ്റി? അച്ഛൻ വീണ്ടും അച്ഛന്റെ ക്രൈറ്റീരിയ മാറ്റിന്ന്. 10,000 ഫോളോവേഴ്സ് ഉള്ളവർക്ക് അച്ഛൻ എന്നെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. എടാ അപ്പോഴും ഞാനാടാ വിജയിച്ചിരിക്കണേ. നിന്നെ ഞാൻ കൊല്ലൂടാ. നിന്നെ ഇവിടെ കൊന്നു ഞാൻ അവളെ സ്വന്തമാക്കും. നോക്കിക്കോ. നിർത്ത്. ഇപ്പൊ പറഞ്ഞ അച്ഛൻ എത്രയാ പറഞ്ഞ? 10,000 അല്ലേ പറഞ്ഞ? ആദ്യം 1000 പറഞ്ഞു. ഇപ്പൊ വിളിച്ചപ്പോ 10,000 പറഞ്ഞു. പുള്ളി ഇടക്കിടക്ക് ക്രൈറ്റീരിയ മാറ്റുന്ന ആരാന്നറിയോ? നിന്റെ അച്ഛനാ. ആദ്യം അയാളെ പിടിക്ക് പോയി നിങ്ങൾ രണ്ടുപേരും. അങ്ങനെ ചെയ്യല്ലേ? കാര്യം ചെയ്യാം. പുള്ളി നമ്മളെ തല്ലിക്കൊന്ന് കടലിനകത്ത് തീർത്തിട്ട് മതി നമ്മൾ തമ്മിലുള്ള പോട്ടി. പോട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? 2 പൊറോട്ടയുടെ മേടിച്ച് അപ്പൊ ഇത് വേണ്ടേ? മോനെയുള്ള പാറപ്പുറത്ത് കയറിയിരുന്ന് കുരങ്ങൻ പഴം തിന്നാലും തിന്നാലോ? അത് തിന്നിട്ട് മതി.